ഇന്നുണ്ടല്ലോ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെയാണ് കേട്ടോ. നമ്മളുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയും ഉപ്പേരിയും ചമ്മന്തിയൊക്കെ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ചില ക്ലിപ്സുകൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും ചില ഭാഗങ്ങൾ കാണില്ല. പക്ഷെ ഞാൻ പറയാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കറിയായിട്ട് വെക്കുന്നത് സാമ്പാറുണ്ടല്ലോ, അരയ്ക്കാത്ത സാമ്പാർ, അതും അതുപോലെ തന്നെ ഇടിയൻചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക പറയില്ലേ, അത് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൽ സാമ്പാറിനുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം. അരക്കപ്പം ഞാൻ ചേർത്തിട്ടുള്ളൂ, നമുക്കത് മതി. അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊരു 2 വിസിൽ അങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഉടയാണ്ട് പരിപ്പ് കിട്ടണമെന്ന് വെച്ചാൽ ഒരു വിസിലിൽ നിർത്തിട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇത്തിരി ഉടഞ്ഞ് കിട്ടണം, അതുകൊണ്ട് ഞാൻ 2 വിസിൽ വരുത്തണം. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് നന്നായി ഉടച്ചെടുക്കും. എനിക്കിങ്ങനെ നന്നായിട്ട് പായസം പോലെ പരിപ്പ് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാനുള്ള കഷ്ണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് ചെറിയുള്ളിയും വെണ്ടക്കായും തക്കാളിയും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയാണ്. പിന്നെ അപ്പോൾ വഴുതനങ്ങ ഇതെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ നിറച്ചത് കേട്. അത് ഞാൻ വേറെ എടുത്ത് നോക്കി, അതും കേട്. ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പോൾ അത് എനിക്ക് വഴുതനങ്ങ വലിയ താല്പര്യമില്ല. എന്നാലും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ കൂട്ടത്തിൽ വാങ്ങിക്കുന്നത് ഇത് അങ്ങനെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറക്കില്ല, അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഇരിക്കണ കാരണം കൊണ്ട് എടുത്താണ് സാമ്പാറിലിടാമെന്ന് വിചാരിച്ച്. നോക്കിയപ്പോൾ കേടായ കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനി എന്നാൽ കുമ്പളങ്ങയിലേക്ക് തിരിയാം. കുമ്പളങ്ങ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വയ്ക്കുക. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറിയും കൂടി ഒരുമിച്ച് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് അത് വേവിക്കണം കേട്ടോ. ഇനി അത് പരിപ്പിൻ്റെ കൂടെ ചേർത്ത് വേവിക്കില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ പരിപ്പ് അതിലേക്ക് ചേർക്കും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി വരട്ടെ. ഞാൻ വെണ്ടക്കായ എങ്ങനെയാണ് കേട്ടോ നോക്കുക. ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. നെടുകനെ ഇങ്ങനെ ഒന്ന് വരയും, എന്നിട്ടൊന്ന് അതങ്ങനെ പിളർത്തി നോക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോഴും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പുഴുവിനൊക്കെ ഇരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് ഇങ്ങനെ വരഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ സമാധാനമായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ ചില വീഡിയോസ് കാണില്ലേ, നല്ല രസമാണ് അത് കാണാനൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് അതിൽ ആ സൗണ്ട് മാത്രമല്ല, ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അതും പോരാ, ഞാൻ ഈ സൗണ്ട് വെച്ച് പാട്ടും പാടുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ വക വർത്താനവും അവർ അടുക്കളയിൽ വന്ന് ഓരോന്ന് ചോദിക്കലും, അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള നാച്ചുറലായിട്ടുള്ള സൗണ്ട്സ് ഒന്നും കിട്ടിയില്ല, ബാക്കിയുള്ള സൗണ്ടുകളൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വോയിസ് ഓവർ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്കപ്പോൾ തോന്നി നിങ്ങൾ കാണുന്നവർ അങ്ങനെ കുറേ പേരുണ്ടാവുമായിരിക്കും അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ഇരുന്നിങ്ങനെ സംസാരിക്കുന്നതല്ലാണ്ടേ. അങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാനൊന്നും മിണ്ടാണ്ടിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ സൗണ്ട്സുകളൊക്കെ ശരിക്കും ഇങ്ങനെ വീഡിയോൻ്റെ കൂടെ തന്നെ ആ ഓഡിയോയും കൂടി റെക്കോർഡാവാം. അതായത് ഈ ASMR കാറ്റഗറിയിലുള്ള വീഡിയോ ഇല്ലേ, അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ നല്ല ഉത്സാഹം. മിണ്ടാണ്ടിരിക്കാമല്ലോ, എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പച്ചക്കറിയൊക്കെ നുറുക്കി അതൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി പുളി വെള്ളത്തിലിടണം കേട്ടോ. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് എല്ലാം റെഡിയായിട്ട് വരുമ്പോൾ നമുക്കത് പിഴിഞ്ഞങ്ങോട്ട് ചേർക്കാമല്ലോ. പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മളുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കൂട്ടിയെടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. അതാണ് കുറച്ചധികം സമയം എടുക്കുന്നത്. ഇടിയൻ ചക്ക എന്ന് പറയില്ല, ഇടിച്ചക്ക, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അതാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കണത്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസമോ 4 ദിവസം കണ്ടായി. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളറ് മാറി വന്നിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുരു വെച്ച് തുടങ്ങി. അപ്പോൾ ആ കുരു ഒരു കളറ് മാറില്ലേ, അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ ടേസ്റ്റിനൊന്നും പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും തൃപ്തിയും സമാധാനവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇത്ര ദിവസം ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വാങ്ങിച്ച പിന്നെ ഒന്നുകിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യൽ നോൺ വെജ് ഐറ്റംസ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നോൺ വെജ് വാങ്ങി വെക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇടിച്ചക്ക വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റായി പോകുള്ളൂ, ആരും കഴിക്കില്ല. അതാണ് അങ്ങനെ ഇരുന്ന് പോയേ.
പിന്നെ ഇത് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെ ഞാൻ എടുത്ത് വെക്കും, കാരണം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, ചിലവായിക്കോളും. പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ ഉപ്പേരി വെച്ചത് ഇരിക്കാൻ വെച്ചാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അതന്ന് തന്നെ കഴിച്ച് തീർക്കാൻ വേണം. ആ കഴിച്ച് നമ്മൾ അന്ന് ഉണ്ടാക്കണം, അന്ന് തന്നെ കഴിക്കണം. അപ്പം ഞാൻ വേഗം കത്തിയിൽ കുറച്ച് എണ്ണയ്ക്ക് ഒന്ന് തടവിയിട്ടാണ് കേട്ടോ കയ്യമ്മയും ഇതാക്കി, അല്ലെങ്കിൽ പിന്നെ നല്ലോണം പശയുണ്ട് ഒന്ന് കൊണ്ടുവന്ന അതുപോലെ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറച്ച് എന്നിട്ട് പശയല്ല, എന്നിട്ട് മുളഞ്ഞ് ആ സംഭവമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് ഇത് പുറത്തിരുന്നെങ്കിൽ ഈ കളറ് വരുമോ വരില്ല എന്ന് തോന്നണം, എനിക്കറിയില്ല. ചക്ക സാധാരണ പഴുത്തതായാലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കാണാം ഇങ്ങനത്തെ ഒരു കളറ് വരുന്നത്. കാര്യം ടേസ്റ്റിന് വ്യത്യാസം വരില്ലെങ്കിൽ കൂടിയും ആ ഒരു കളറ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അങ്ങോട്ട് പോയ പോലെ തോന്നും. അപ്പോൾ എന്തായാലും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കൂഞ്ഞലും കളഞ്ഞ് ഞാൻ കൂഞ്ഞൽ തന്നെയല്ലേ പറയാതെ അതൊക്കെ കളഞ്ഞ് ഞാൻ നുറുക്കി കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കണേ. അപ്പോൾ കുക്കറിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക ചെയ്യണേ. അപ്പോൾ പരിപ്പ് ഞാൻ വേഗം ഇത് നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചേർത്തു. എന്നിട്ട് പിന്നെ ആ കുക്കർ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഇടിച്ചക്ക നമ്മൾ അരിഞ്ഞത് ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയാകുമ്പോൾ പരിപ്പിലും കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പുളി പിടിക്കുമല്ലോ. പുളിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനി ഇങ്ങനെ കൈവച്ച് ഉടച്ച് ഇപ്പം നമുക്ക് പിഴിഞ്ഞൊഴിക്കാം അതിലേക്ക്. പിന്നെ ഈ ഇടിച്ചക്ക ഞാൻ ഒന്നുകിൽ ചെറുതായി തന്നെ നുറുക്കിയിട്ട് അത് വേവിച്ചെടുക്കും, പിന്നെ അത് വറുത്തിടുക ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ വലുതാക്കി നുറുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവിച്ചിട്ട് ഒന്ന് ചെറിയ ഒരെല്ലിട്ട് ഇങ്ങനെ ഒന്ന് ഇടിച്ച് അങ്ങനെ ആക്കി, അല്ലെങ്കിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഉടച്ച് അങ്ങനെ ആക്കി ചെയ്തിട്ട് വറുത്തിടും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഇതിങ്ങനെ കുക്കറിലിട്ടൊന്ന് വേവിച്ച് 2 വിസിൽ വരുത്തും. അപ്പം തന്നെ വേഗം തുറക്കും കേട്ടോ. അതിൻ്റെ സ്റ്റീം മൊത്തമായിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് തന്നെ പോകാൻ വെയിറ്റ് ചെയ്യില്ല, ഞാൻ തന്നെ സ്റ്റീം കളയും. എന്നിട്ട് പിന്നെ അതങ്ങനെ വേവിച്ചിട്ട് കൈ വെച്ചൊന്ന് ഉടച്ചെടുക്കുക ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സാമ്പാർ മസാലയൊക്കെ ചേർത്ത് കേട്ടോ, പുളിയൊക്കെ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം സാമ്പാർ മസാലയൊക്കെ ചേർത്ത് ഞാനതൊന്ന് തിളപ്പിക്കണം. ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഒക്കെ വാങ്ങി നോക്കിയപ്പോൾ അതിന് പണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി, പിന്നെ അതിനൊരു ടേസ്റ്റ് ഇല്ലാണ്ടായി. ഇപ്പോൾ ഇത് സാമ്പാർ തന്നെയായിട്ട് ഇങ്ങനെ കിട്ടും പാക്കറ്റിൽ, ഞാൻ വാങ്ങിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രാഹ്മിൻസിൻ്റെ കേട്ടോ. ഞാൻ ഇഡ്ഡലി മാവ് വാങ്ങിക്കും, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സാമ്പാർ, ശരിക്കും സാമ്പാർ തന്നെ ജസ്റ്റ് കൊണ്ടുവന്ന് നമുക്കൊന്ന് തിളപ്പിച്ചാൽ മതി, അങ്ങനെ കിട്ടും. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് ഈ സാമ്പാറിൻ്റെ സ്മെല്ല് പടർന്ന് പന്തലിച്ച് പോകാനായിട്ട് കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും ലാസ്റ്റായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉടച്ചാൽ മതി ചൂടൊക്കെ ആറി കഴിയുമ്പോൾ. കണ്ടില്ലേ, അതിൻ്റെ കൂഞ്ഞൽ പോലത്തെ ആ ഒരു ഭാഗം കളഞ്ഞ കാരണം നമുക്ക് വേഗം ഇങ്ങനെ ഉടച്ചെടുക്കാം. അതും കൂടി ഉണ്ടെങ്കിൽ ഇത്തിരി പാടായിരിക്കും. എന്തായാലും നമുക്കത് വറുത്തിനാനായിട്ട് ചെറിയ ഉള്ളിയും വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ അല്ലെങ്കിൽ മറ്റേ ഇതില്ലേ മുളകിൻ്റെ തരി, അത് ചേർത്തിട്ട് നന്നായി ഇളക്കി അതിലേക്ക് ഈ ചക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് റെഡിയായി. ഉപ്പേരി മെഴുക്ക് പുരട്ടിയൊക്കെ നമ്മളുടെ കേരളത്തനിമയിൽ കിട്ടണമെങ്കിൽ ശരിക്കും വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം. അതുപോലെ കറി വറുത്തിടുന്നതും അത് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ ആവും. പിന്നെ ഞാനൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി, ചെമ്മീൻ വെച്ചിട്ട്. അതിൻ്റെ വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെമ്മീൻ്റെ കൂടെ നാളികേരം, ഇരുമ്പമ്പുളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചമ്മന്തി റെഡി. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.